എല്ലാവർക്കും ചേച്ചീസ് കുക്കിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന വിഷയം ക്ഷമയുടെ നെല്ലിപ്പലക എന്ന പ്രയോഗം നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം എന്ന് നമുക്ക് നോക്കാം. ക്ഷമയുടെ നെല്ലിപ്പലക, അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വിവരണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം എന്താണ് നെല്ലിപ്പലകയെന്ന് മനസ്സിലാക്കണം. ആ പേരിൽ തന്നെയുണ്ട് നെല്ലിപ്പലക, അല്ലേ? നെല്ലി മരത്തിൽ നിന്നും കിട്ടുന്ന തടി ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പലക. അപ്പോൾ പണ്ടത്തെ പൂർവികർ കിണർ നിർമ്മിക്കുന്ന സമയത്ത് കിണറിൻ്റെ അടിയിൽ നിക്ഷേപിക്കാനാണ് ഈ നെല്ലിപ്പലക ഇടുന്നത്. അത് എന്തുകൊണ്ടെന്നറിയാമോ? ഈ നെല്ലിമരത്തിന് നല്ല ഒന്നാമത് നെല്ലിമരത്തിൻ്റെ തടിക്ക് നല്ല ആയുസ്സാണ്. പിന്നെ നെല്ലിമരത്തിൻ്റെ ഈ തടിക്ക് ഈ വെള്ളത്തെ ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട്. അതാണ് ഒന്നാമത്തെ. നമ്മളിപ്പോൾ കിണർ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ പറയില്ലേ, കുടിച്ചിട്ട് ഒരു പ്രത്യേക സ്വാദാണ് കിണർ വെള്ളത്തിന്. നമ്മൾ പൈപ്പിൽ വെള്ളത്തിനേക്കാളും എന്തുകൊണ്ടും കിണർ വെള്ളമാണ് ഏറ്റവും ശുദ്ധജലം എന്ന് പറയും. അപ്പോൾ ഈ കിണർ വെള്ളത്തിന് ശുദ്ധീകരിക്കാനുള്ള ഒരു കഴിവുണ്ട് ഈ നെല്ലിമരത്തിൻ്റെ തടിക്ക്. അതുമാത്രമല്ല, ഏറ്റവും ദീർഘനാളത്തെ ആയുസ്സുണ്ട്. അപ്പോൾ ഈ പണ്ടത്തെ പൂർവികരെല്ലാം ഈ നെല്ലിപ്പലക ഇതുണ്ടാക്കുന്ന ഒരു പ്രത്യേക ആശാരിമാരാണ്. അവർ ഈ വൃത്താകൃതിയിലാണ് ഈ പലക ഉണ്ടാക്കുന്നത്. നിർമ്മിച്ചിട്ട് അത് കിണർ നിർമ്മിക്കുന്നതിന് മുൻപ് കിണറിൻ്റെ ചുറ്റളവെടുത്തിട്ട് ഈ നെല്ലിപ്പലക അതിൽ നിക്ഷേപിക്കും. എന്നിട്ടാണ് പിന്നീട് കിണർ വെള്ളം അതിൻ്റെ പുറത്ത് വെള്ളം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എത്ര കാലം കഴിഞ്ഞാലും ഈ കിണറിൻ്റെ വെള്ളത്തിന് ഈ നെല്ലിമരത്തിൻ്റെ സ്വാദ് അനുഭവപ്പെടും. അതൊന്ന്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ആരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല. അപൂർവം ചിലർ മാത്രമാണ് നെല്ലിപ്പലകയിട്ട് കിണർ നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ ഏറ്റവും അടിത്തട്ടി നിക്ഷേപിക്കുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ ഈ പ്രയോഗത്തിൽ തന്നെയുണ്ട് ക്ഷമയുടെ നെല്ലിപ്പലക. അതായത് നമുക്ക് അങ്ങേയറ്റം, ക്ഷമയുടെ അങ്ങേയറ്റം എന്നതാണ് ഇതിൻ്റെ പിന്നിലെ അർത്ഥം. അപ്പോൾ കിണറിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണ് ഈ പലക നിക്ഷേപിക്കുന്നത് കൊണ്ട് ഈ പ്രയോഗം വന്നു എന്ന് മാത്രം. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം കൂടി എനിക്ക് ഓർമ്മ വന്നത്. ONV കുറുപ്പ് സാറിൻ്റെ ഒരു പ്രശസ്തമായ ഒരു കവിത 1982 പുറത്തിറങ്ങിയ ചില്ല് എന്ന സിനിമയിൽ ONV കുറുപ്പ് സാറ് രചിച്ച ആ കവിത നമ്മുടെ മലയാളികളുടെ എല്ലാം പ്രിയപ്പെട്ട ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, അതിൽ പറയുന്നൊരു വരിയുണ്ട്. അത് എന്താണെന്ന് ഞാൻ പറയാം. അതിൻ്റെ ഇടയ്ക്കുള്ളൊരു വരിയാണ്: സുഖമേഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാൻ എപ്പോഴും മോഹം, തൊടിയിലെ കിണർ വെള്ളം കോരിക്കുടിച്ചങ്ങ് മധുരമെന്നോതുവാൻ മോഹം. അപ്പോൾ ഈ വരികളിലെ തുടക്കത്തിൽ തന്നെ ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം, വെറുതെ ഇരുന്നൊരു കുയിലിൻ്റെ പാട്ടു കേട്ടെതിർ പാട്ടു പാടുവാൻ മോഹം. എനിക്ക് പാടാൻ അറിഞ്ഞൂടാ, എന്നാലും ആ വരികൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പം ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലത്തുവാൻ മോഹം. അപ്പോൾ അവിടെ പറയുന്ന മരം ഏതാണ്? നെല്ലിമരം തന്നെ. അപ്പോൾ ആ നെല്ലിമരത്തിൻ്റെ കയ്പും, അതായത് അതിലെ നെല്ലിക്കയുടെ കയ്പും പുളിപ്പും, നമ്മൾ നെല്ലിക്ക കഴിച്ചിട്ട് വെള്ളം കുടിച്ചു നോക്കൂ. അപ്പോൾ ആ വെള്ളത്തിനുണ്ടാകുന്ന ഒരു പ്രത്യേക ഒരു രുചി, അതെന്താണെന്ന് എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നെല്ലിക്ക കുട്ടിക്കാലത്തൊക്കെ നമ്മൾ നെല്ലിക്ക കഴിച്ചിട്ട് വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളത്തിനൊരു പ്രത്യേക രുചിയാണ്. അപ്പോൾ ഇവിടെ ONV കുറുപ്പ് സാറ് പറഞ്ഞിരിക്കുന്നത് ആ നെല്ലിമരത്തിൻ്റെതാണ്. അപ്പോൾ തൽക്കാലം ഞാനിതിവിടെ അദ്ദേഹത്തിൻ്റെ വരികൾ കടമെടുത്തതേ ഉള്ളൂ. ഇപ്പോൾ ക്ഷമയുടെ നെല്ലിപ്പലക എന്നൊരു വിഷയം എനിക്ക് കുട്ടിക്കാലത്ത് എൻ്റെ മലയാള അധ്യാപകൻ പറഞ്ഞു തന്നൊരു കാര്യമാണ് ഞാൻ ഇന്ന് ചേച്ചീസ് കുക്കിങ്ങിലൂടെ അവതരിപ്പിച്ചത്. അപ്പോൾ ആ ഗുരുവിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഞാൻ പ്രണാമം അർപ്പിച്ചുകൊണ്ട് തൽക്കാലം എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ കമൻസ്, ലൈക്കൊക്കെ ഇടണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രം ചേച്ചീസ് കുക്കിംഗ്.